ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഗീതച്ചിക്ക് നല്ല സുഖം, നല്ല ചൂടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല ഇടി മുട്ടി മഴ പെയ്യുന്നുണ്ട്, കാറ്റുണ്ട്, മാങ്ങ നല്ലോണം തിന്നുന്നുണ്ട്. ഇതെല്ലാം തന്നെ കേട്ടോ വിശേഷം. പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു സംശയമാണ് കേട്ടോ. വീടിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഗീതേച്ചിക്ക് എന്തിട്ടാണ് അമ്പലത്തിനടുത്ത് വീട് ഇഷ്ടപ്പെടാഞ്ഞിനി, പിന്നെ ഗീതേച്ചി എപ്പം പോകുന്ന അമ്പലത്തിനടുത്ത് വീടല്ലേ, പിന്നെ ഗീതേച്ചിക്ക് എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെടാഞ്ഞിനി, പിന്നെ രണ്ടാമത് ആ വീട്ടിൽ പോയേ പിന്നെ ഗീതേച്ചിക്ക് എങ്ങനെയാണ് അത് ഇഷ്ടപ്പെട്ടിനി എല്ലാം ചോദിച്ചു കേട്ടാ. അതിൻ്റെ കാരണം ഒറ്റൊന്നേ ഇല്ലു, അമ്പലത്തിനടുത്ത് വീടായതുകൊണ്ട് തന്നെ. കാരണം ഉണ്ടല്ല, ഞങ്ങൾക്ക് 3 നേരം 4 നേരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നോൺ വെജ് ചോറ് എന്നെ ഒഴിവാക്കിയിട്ട് നോൺ വെജ് നിന്ന കൂട്ടത്തിലാണ് എന്നിട്ട് ഇവിടെ എല്ലാവരും. അന്നേരം ക്ഷേത്രത്തിനടുത്ത് വീടാകുമ്പോൾ അത് പറ്റുമോ ഇല്ലയോ, എനിക്ക് അന്ന് ഭയങ്കര അജ്ഞാനാണ് കേട്ടോ. ഭയങ്കര അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര അജ്ഞാനാണ്. പിന്നെ പപ്പയുടെ മാലിയിട്ടാൽ തന്നെ കുഞ്ഞൾ പിന്നെ നോൺ വെജ് എല്ലാം കൊണ്ടുവന്നാലും ഞാൻ അവരടിച്ച് വായിക്കലാണ്. എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പാത്രം തൊടാൻ പേടി അങ്ങനെയല്ലാന്ന് എനിക്ക്. അതെല്ലാം കൊണ്ടാന്ന് എനിക്ക് പിന്നെ പേടിച്ചിന്. അതുകൊണ്ടാണ് ഞാൻ വേണ്ട പറഞ്ഞിന്. അല്ലാണ്ട് അമ്പലത്തിനടുത്തുള്ള വീട് ഗീതച്ചിക്ക് ഇഷ്ടപ്പെടായിട്ടില്ല. എൻ്റെ സ്വപ്നത്തിലാണ്, അങ്ങനെ സ്വപ്നത്തിലുണ്ട് കേട്ടോ അങ്ങനെ ഒരു വീട് എപ്പോഴെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് ഈ വീട്. ആ ഒരു പേടി കൊണ്ടാണ്. പിന്നെ നമ്മൾ കാരണം പിന്നെ ഭഗവാനൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഗീതച്ച വീട് വേണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്യൂട്ടി പാർലറിൻ്റെ വീഡിയോ, മേക്ക് ഓവർ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം ആയിരുന്നു. പക്ഷെ നിങ്ങൾക്കൊരു സത്യമല്ല, ഗീതച്ച് ഇന്ന് വരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാ. ആ മേക്ക് ഓവർ വീഡിയോ തന്നെ ഗീതച്ച് പുരികം വരെ ത്രെഡ് ചെയ്തിട്ടാ. പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല. പിന്നെ എനിക്ക് അതൊന്നും ഒരു ആവശ്യകതയായി തോന്നിയില്ല, അതൊരു അത്യാഡംബരമായിട്ട് എനിക്ക് തോന്നിയിട്ടാ. ബ്യൂട്ടി പാർലറിൽ അതിൻ്റെ പോകേണ്ട ആവശ്യകതയില്ല. നമുക്ക് നാട് സ്റ്റൈൽ വരെ എങ്ങനെയുണ്ട് പറയും. ഇതെനക്കുണ്ടല്ലോ, നിമിഷ എന്ന് പറഞ്ഞിട്ട് പന്നിയൂരുള്ളൊരു മോള് മിഞ്ഞാന്ന് വന്നിട്ട് സ്നേഹ സമ്മാനമായിട്ട് തന്നെയാണ്. അത് നിങ്ങളൊന്ന് കാണിക്കണം തോന്നി. ഇതൊരു ക്ലിപ്പുണ്ട്, പിന്നെ ഒരു മുടിക്ക് കുത്തുന്നുണ്ട്, പിന്നെ നല്ല അടിപൊളി നല്ലൊരു പേഴ്സ് ഉണ്ട്. അതെല്ലാം ഭയങ്കര സന്തോഷമല്ലേ. എനിക്കൊന്നും ജീവിതത്തിൽ ഇങ്ങനെ സമ്മാനങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പം എല്ലാവരും സ്നേഹത്തോടെ എനിക്ക് തരാൻ തുടങ്ങിയിട്ട് അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരുണ്ട്, രാധു ഗോവിന്ദു വന്നിട്ട് കൂടാളിയ, എനിക്ക് അയച്ചു തന്നൊരു ബുക്കാണ്. പിന്നെ നല്ല ബുക്കാണ് കേട്ടോ. നിങ്ങളും അത് പിന്നെ മേടിച്ച് വായിക്കണം. ആലിലത്താലി എന്നാണ് ബുക്കിൻ്റെ പേര്. നല്ല നോവലാണ്. എന്നാൽ പിന്നെ ഇത്രയും ഇന്ന് ഗീതിച്ചിട്ട് വിശേഷം. ഗീതിച്ച് സ്വന്തം എടുത്ത വീഡിയോ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പോട്ടെ എന്നാൽ ബൈ.